കേരള കോൺഗ്രസ് എം, അതായത് ജോസ് കെ മാണി LDF വിടൂല്ല, നമ്മൾ LDF വിട്ട് UDF-നൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിന് അപ്ഡേഷൻ വന്നു. ഇല്ല, മുന്നണി വിടൂല്ല എന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സംശയമുണ്ട്, അതായത് എന്താണ് ഒരു മാറ്റം. അപ്പോൾ അതിന് പല വശങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതായത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ഒരു മുന്നണി മാറ്റം, അതായത് LDF-ൽ നിന്ന് ഒരു മുന്നണി മാറുന്നു എന്നല്ല, ഒരു കക്ഷി ഇങ്ങോട്ട്, ഒരു ഘടകകക്ഷി മാറ്റത്തിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണജനകമായ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഉള്ളിലൊരു സംശയം തോന്നും. അതായത് ഈ രീതിയിൽ വലിയ രീതിയിലൊരു വാർത്ത പ്രചരിച്ചു, അന്നേ ദിവസം ഒരു പ്രതികരണവും ഈ കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ നിന്ന് വന്നതുമില്ല. പിറ്റേ ദിവസമാണ് പറയുന്നത് ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നത്. അപ്പം അതിനിടയിൽ നമ്മൾ ഒന്നുകൂടെ കേട്ടു, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഷി അഗസ്റ്റിന് ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്തവണയും നമ്മൾ തന്നെ ഭരണം പിടിക്കും, പോകേണ്ടതില്ല, ഇവിടെ കുറച്ച് നിൽക്കുക എന്നുള്ള രീതി. അപ്പം ഇതിനെ എല്ലാം കൂടെ നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് അതൊരു റൂമർ ആയിരുന്നെങ്കിൽ പോലും അതൊരു റൂമർ എന്നുള്ള നിലയിൽ തന്നെ വിശ്വസിക്കാം. റൂമർ ആയിരുന്നു. കാരണം വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഒരു, ഞാൻ തുടക്കത്തിലെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു തന്ത്രമാണ്. ഈ തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം, അത് ശരിക്കും ഉരുത്തിരിഞ്ഞു വന്നത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞനായ സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരാളുടെ തലയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു ഐഡിയ ആണ്. അത് ഈ LDF-നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മുന്നണി തകരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചില വാർത്തകൾ പടച്ചു വിടുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുന്നത്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു സാധനമാണ് ഈ മാധ്യമം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കാനും ഒരു ശാസ്ത്രജ്ഞൻ്റെ ഭാവി നശിപ്പിച്ചു കളയാനും ഒക്കെ ഉതകിയത് മാധ്യമങ്ങൾ തന്നെയായിരുന്നു. അതായത് ചാരക്കേസ് ഉണ്ടായ സമയത്ത് അവിടെ ഒരു ലേഡി അവിടെ എംബസിയിൽ നോർക്കയുടെ ഓഫീസിലൊക്കെ ചെല്ലുന്ന, SP ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ അടിച്ചുവിടാം എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധനം, എനിക്കൊന്ന് മാലയ യുവതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ ഒരു വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തയ്ക്ക് പ്രചാരം കൊടുക്കുകയും അതിലല്ലെങ്കിൽ നമ്പി നാരായണനും അതുപോലെയുള്ള സയന്റിസ്റ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നടന്ന ഒരു ചാരക്കേസാണ്, അല്ലെ ചാരപ്രവൃത്തിയാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ K കരുണാകരനെ ക്രൂശിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ K കരുണാകരനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഇവിടെ വിയർപ്പൊഴുക്കിയത് ചില മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ശരിക്കും K കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറുന്നത്. അതായത് ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്ന ഒരു ഗതികേട് വരെ K കരുണാകരനുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവ് ആരാണെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാധ്യമം ഏതാണെന്നും ഇന്ന് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം എന്നുള്ളതാണ്. അവർ കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലഘട്ടത്തിലും മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചില ഭരണത്തിലേറ്റാനും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനും ഒക്കെയായി. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ മാധ്യമങ്ങളെ സ്വാധീനിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്യങ്ങളുടെ മാധ്യമങ്ങളെ സ്വാധീനിക്കാം. അപ്പം കുറേ പരസ്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ധാരാളമായി പണം വരുന്നു. പണം വന്നു കഴിയുമ്പോൾ ആ മാധ്യമത്തിനെതിരെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരായോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് കൃത്യമായി അറിയാമെങ്കിൽ പോലും നിങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദ്യം കേട്ടിട്ടുണ്ട് പൊതുജനത്തിനിടയിൽ നിന്ന്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആശുപത്രിയെക്കുറിച്ച് പറയാതെ, പേര് പറയാതെ, ഒരു സ്വകാര്യ ആശുപത്രി എന്ന്, ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രി, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അത് ജനങ്ങളോട് ചെയ്യുന്ന തെറ്റല്ലേ? അതോടൊപ്പം തന്നെ ഒരു വാഹന അപകടം നടക്കുന്നു. ആ വാഹന അപകടം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ കാറിൻ്റെ ബ്രാൻഡോ നെയിമോ പറയാറില്ല. പൂർണ്ണമായി തകർന്നു പോയ ഒരു കാറിനെ കുറിച്ച് നമ്മൾ ബ്രാൻഡ് നെയിം നമ്മൾ ഉപയോഗിക്കാറേയില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ആ കാറിൻ്റെ പേര് പറയാത്തത്. നാളെ ഒരാൾ വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ, അയ്യോ ഇത് തീരെ സെക്യൂരിറ്റി ഇല്ലാത്തൊരു വാഹനമാണ്, അന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് ഇടിച്ച് തകർന്നു പോയ വാഹനം ഇതാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുക തീ പിടിച്ചത് ഈ ബ്രാൻഡിൽപ്പെട്ട വാഹനമാണ് എന്ന് പൊതുജനത്തിനൊരു ധാരണയുണ്ടാകും. പക്ഷെ നമ്മൾ ആ ധാരണ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ ഒളിച്ചുകളികൾ നടത്തേണ്ടി വരും, പലതും പൊതിഞ്ഞു പിടിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊതിഞ്ഞു പിടിക്കലുകൾക്ക് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിലേക്ക് വന്നു കയറുന്ന പരസ്യങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയാണ്. അങ്ങനെ പരസ്യങ്ങളിലൂടെ നമുക്ക് പണം കിട്ടുന്നു. അപ്പോൾ അവർക്കെതിരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അല്ലാതെയും പണം, നമ്മുടെ എഡിറ്റോറിയലിലുള്ള പലർക്കും പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കും കള്ളം തന്നെ പറയാനേ പറ്റൂ, സത്യം പറയാൻ പറ്റില്ല.
അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ ഏറെ വിമർശിക്കപ്പെടുകയും മാധ്യമപ്രവർത്തകരെ പലരും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ മാപ്ര എന്ന ചുരുക്കപ്പേരിൽ എല്ലാവരും വിളിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ചില വാർത്തകൾ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ചില വാർത്തകൾ പടച്ചുവിടപ്പെടുന്നു എന്ന് തന്നെ പറയാം. ജോസ് കെ മാണി ഇടതു മുന്നണി വിടുന്നു, ഒരു വാർത്തയും കൊടുക്കുകയാണ്, എയർ ചെയ്യപ്പെടുകയാണ്. ആ വാർത്ത എയറിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്താണ് ജനത്തിന്റെ കയ്യിലേക്ക് ഇത് എത്തുകയാണ്. അപ്പോൾ ഇന്ന് യൂട്യൂബ് പോലെയുള്ള ഒരു സോഷ്യൽ മാധ്യമം ഉള്ള സാഹചര്യത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് 10,000-കണക്കിന് ആൾക്കാർ കാണുന്ന തരത്തിലേക്ക് ഈ വാർത്തകൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വാർത്ത സ്പ്രെഡ് ചെയ്യുന്ന സമയത്താണ് പലർക്കും ഇതിനെ തിരുത്താൻ വേണ്ടി വരേണ്ട ഒരു സാഹചര്യം. പെട്ടെന്ന് തന്നെ ഇത് ഉന്നത തലങ്ങളിലേക്ക് എത്തും. അങ്ങനെ വന്നപ്പോഴാണ് റോഷി അഗസ്റ്റിൻ പല ആവർത്തി മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല, ഞങ്ങൾ LDF എന്ന് പറയുന്ന മുന്നണി വിടാൻ ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തക സമിതി പോലും തീരുമാനം എടുത്തിട്ടില്ല, അപ്പം സ്റ്റിയറിംഗ് കമ്മിറ്റി പോലും അതുമായി ബന്ധപ്പെട്ടിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള കാര്യം റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. പ്രമോദ് നാരായൺ MLA ആണല്ലോ, അവരടക്കം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തപ്പോഴാണ് പല മാധ്യമങ്ങളും തിരുത്തി എഴുതാൻ തയ്യാറായത്. പിന്നീട് ജോസ് കെ മാണി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിൽ ചില ഹിൻഡുകളുണ്ട്. അതായത് ആ ഹിൻഡുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യമാണ്, സത്യാഗ്രഹ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹിൻഡായിരുന്നു. ആ ഹിൻഡും ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് ചില വാർത്തകൾ പടച്ചുവിടാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു വാർത്തയും പുറത്തേക്ക് എത്തുന്നത്. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ അടക്കം ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു, ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനമില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് തിരിച്ചടിയായത്. മുഖ്യമന്ത്രി നേരിട്ട് ഇതിനകത്ത് ഇടപെടുമെന്നോ റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ചർച്ച ഉണ്ടാകുമെന്നോ റോഷി അഗസ്റ്റിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്നോ ഒന്നും ഈ പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ UDF-ഓ കരുതിയില്ല. അപ്പം പാർട്ടി ഒരു വലിയ പിളർപ്പിന്റെ വക്കിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് വന്നു. അങ്ങനെ UDF പിന്നെ ജോസ് കെ മാണി ഗ്രൂപ്പ് പിളർപ്പിലേക്ക് പോയാൽ അപ്പം സ്വന്തം അച്ഛനുണ്ടാക്കിയ ഒരു പാർട്ടി ചില രാഷ്ട്രീയ നിലപാടുകൾ കാരണം പിളർന്നു പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആ മകൻ തന്നെയാണ് എന്നുള്ള ഒരു പേരുദോഷം അദ്ദേഹത്തിന് കാലാകാലങ്ങൾ പിന്തുടരും. അത് ചരിത്രത്തിന്റെ ഭാഗമാകും. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം പിന്നെ ഇത് നമുക്കറിയാം, പലപ്പോഴും വെച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ ചരിത്രങ്ങൾ വേറുന്നൊരു പാർട്ടി തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടായി? അതിനുശേഷം പിന്നെ KM മാണി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, PJ ജോസഫ് പിരിഞ്ഞു പോയൊരു പാർട്ടി ഉണ്ടാക്കുന്നു, പിന്നീട് ഇത് ലയിക്കുന്നു. അപ്പോൾ ലയിക്കുകയും പിളരുകയും ചെയ്യുക എന്ന് പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെ ഒരു തനത് രീതിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നോക്കിയ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ജോസഫുമായിട്ട് പിണങ്ങിയിട്ട് പിന്നെ പലരും അതിനകത്ത് നിന്ന് പിരിഞ്ഞു പോയി. ഇപ്പം നമ്മൾ നോക്കിയ സജി മഞ്ഞക്കടമ്പിൽ ഇന്ന് പിന്നെ ഇയാൾക്കൊപ്പമാണ്, PV അൻവറിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കുറേ അധികം പിളർപ്പുകൾ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. സജി മഞ്ഞക്കടമ്പിൽ വേണമെങ്കിൽ വേറൊരു കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കാമായിരുന്നു, അതിനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. സജിക്ക് അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് പ്രയോജനമൊന്നും ഇല്ല എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പാർട്ടി പിളരാൻ പോകുന്നു എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോഴാണ് മുഖ്യമന്ത്രി കൃത്യമായി ഇടപെട്ടു. വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇതുവരെയായി KM മാണി എന്ന് പറയുന്ന നേതാവിന് വേണ്ടി ഒരു സ്മാരകം ഉയരാൻ ഇവിടെ സാധ്യത ഉണ്ടായിട്ടില്ല, അതിനുവേണ്ടി സ്ഥലം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നു, അല്ലെങ്കിൽ പിന്നെ സർക്കാർ തീരുമാനിക്കുന്നു KM മാണിക്ക് വേണ്ടി നമ്മൾ സ്ഥലം കൊടുക്കുന്നു, KM മാണിയുടെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി. പോരെ, ഇതിൽ കൂടുതൽ എന്താ ഒരു പാർട്ടിക്ക് വേണ്ടി? അവിടെ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയിലെ ഉന്നതനായ, അതിന്റെ സ്ഥാപകനായ, അതിന്റെ ചെയർമാനായിരുന്ന ഒരു നേതാവിന് വേണ്ടിയിട്ട് ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം സംസ്ഥാന സർക്കാർ തന്നെ വിട്ടുകൊടുക്കുന്നു. അതിൽ കൂടുതൽ സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ സർക്കാർ അത്രയും ചെയ്തു കൊടുത്ത സാഹചര്യത്തിൽ ആ സർക്കാരിൽ നിന്നും പിന്നോട്ട് മാറിക്കൊണ്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ വേറൊരു മുന്നണിയിലേക്കോ ജോസ് കെ മാണിക്ക് പോകാൻ സാധിക്കുമോ? ഒരിക്കലും പോകാൻ സാധിക്കില്ല. തന്നെയുമല്ല, കാലാകാലങ്ങളായി തന്നെ പിന്തുടരാൻ സാധ്യതയുള്ള ഈ പറയുന്ന മാണി കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു പാർട്ടിയെ രണ്ടായി പിളരുന്നതിന് കാരണക്കാരനായി മാറിയ ജോസ് കെ മാണിക്ക് ഒരു കാരണവശാലും ഒരിടത്തും നിലനിൽപ്പുണ്ടാകാത്തൊരവസ്ഥ വരും. പിന്നെ തന്നെയുമല്ല, അങ്ങനെ പിളർത്തിയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാലായിൽ തന്നെ വീണ്ടും ജോസ് കെ മാണിക്ക് ഇടിവ് സംഭവിക്കുകയും ചെയ്യും. കാര്യം പാല എന്ന് പറയുന്നാൽ ആ പാലയെ വളർത്തിക്കൊണ്ട് വന്ന് എനിക്ക് തോന്നുന്നു പാലയുടേതായ ഒരു മുഖം കൊടുത്ത ഒരു നേതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെയാണ്, പിന്നെ KM മാണി തന്നെയാണ്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവ് തന്നെയാണ് KM മാണി. എന്നാൽ മകനെ അത്രയ്ക്ക് മൊണ്ണയാണോ എന്ന് ചോദിച്ചാൽ മകൻ മൊണ്ണയൊന്നും അല്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി അത്രയ്ക്ക് മണ്ടനല്ല, മണ്ടനാക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും ഈ കോൺഗ്രസ്സുകാരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം പുള്ളി ഇപ്പോൾ വരും എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി. എന്താ സ്വന്തമായി നിലപാടില്ലാത്ത ഒരാളാണോ ജോസ് കെ മാണി? ജോസ് കെ മാണി ഇതിനു മുമ്പ് എത്രയോ ആവർത്തി ഇത് സംബന്ധിച്ചുള്ള തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മുന്നണി വിടുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ LDF-ന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പല ആവർത്തി ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നേ. അങ്ങനെ പല ആവർത്തി വ്യക്തമാക്കിയിട്ട് പോലും കോൺഗ്രസ്സുകാർ ഈ രീതി
രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ അർത്ഥം ജോസ് കെ മാണി നിലപാടില്ലാത്ത ഒരു നേതാവാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ്. നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഇന്ന് മറ്റേത് പാർട്ടിയിൽ നിൽക്കുന്ന പോലെ ഒരു നേതാവ് തന്നെയാണ് ജോസ് കെ മാണി. പി ജെ ജോസഫിനെ പോലെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ് ജോസ് കെ മാണി. അല്ലെ വി ഡി സതീശനെ പോലെയോ എന്തിനേറെ സണ്ണി വക്കീലിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ഇന്ന് KPCCയുടെ അധ്യക്ഷനായിരിക്കുന്ന സണ്ണി വക്കീലുണ്ടല്ലോ, സണ്ണി ജോസഫ്. അയാളെക്കാട്ടിലൊക്കെ എത്രയോ ഭേദമാണെന്നേ, എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അവിടെ ഇപ്പോൾ KM മാണിയും അതോ ജോസ് കെ മാണി പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഭരണകക്ഷിയിലിരിക്കുന്ന ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരു മുന്നണിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തെറ്റും അവർ കാണുന്നില്ല. അപ്പം അങ്ങനെയെല്ലാം ഒരു നാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലെ നേതാവിനെ തന്നെ ഈ രീതിയിൽ അപഹസിക്കുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ശക്തമായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി ഒരിക്കൽ പോലും പാർട്ടി വിടാൻ തക്ക ഒരു ആലോചന ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. തന്നെയല്ല, ഇവർ കൂടുതൽ സീറ്റ് ചോദിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കും ഈ പറയുന്ന ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിന് ഇങ്ങനെ തെക്കൻ കേരളത്തിലോ അല്ല മധ്യ കേരളത്തിൽ മാത്രമേ പിടിപാടുണ്ടാകൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ജോസ് കെ മാണി വളരെ കൃത്യമായിട്ട് 3 മേഖലകളായി തിരിച്ചുകൊണ്ട് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി. അതിന് ഓരോ ചാർജും ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പം പിന്നെ വടക്കൻ മേഖലയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ ഉണ്ടെന്നേ. മലബാറിന്റെ കിഴക്കൻ മേഖലകളിലൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോട്ടയം, പിന്നെ ഇടുക്കി തുടങ്ങിയ മേഖലകളിൽ നിന്നും പല ആളുകളും ഒരു കൂട്ട പലായനം തന്നെ നടന്നിട്ടുണ്ട്. കുടിയേറ്റം ശരിക്കും മലബാർ മേഖലയിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറുപുഴ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ അവിടെയുള്ളവരുടെ ഭാഷയും വേഷവും സംസ്കാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് കണ്ണൂരുകാരോ കാസർഗോഡുകാരോ അല്ലെങ്കിൽ ഒന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കോട്ടയത്തിന് ടച്ച് ഉണ്ട്. അവരുടെ സംസാര ഭാഷയിൽ പോലും ഒരു കോട്ടയം ടച്ച് കയറി വരുന്നുണ്ട്. ഇത് സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ KM മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മേഖലകളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങളും അതിന് വേണ്ട ഒരു നേതൃത്വത്തെയും ശരിക്കും ഇപ്പോൾ KM മാണി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യ കേരളത്തിൽ പാർട്ടി ചെയർമാനായ KM മാണി തന്നെ നിന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും. തെക്കൻ കേരളത്തിൽ മറ്റൊരാളെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന 3 മേഖലകളായി തിരിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ പറയുന്ന ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും ശരിക്കും പറഞ്ഞ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിൽ ആ തരത്തിലുള്ള ഉറപ്പാണ് ശരിക്കും മുഖ്യമന്ത്രി അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന്. പിന്നെ ഈ പറയുന്ന ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള പല ഉറപ്പുകളുണ്ട്. അതെല്ലാം പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാതെ പിന്നെ UDF പറയുന്ന പോലെ വീട് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന പരിപാടി എന്തായാലും LDF ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങൾക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും LDF പലപ്പോഴും അങ്ങനെ ജനോപകാരപ്രദമായി നടപടികൾ പൂർത്തിയാക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KM മാണി ഒരിക്കൽ പോലും ഇനിയും അല്ല ജോസ് കെ മാണി ഇനി ഒരിക്കലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ ഇതിനും ഇത്തവണ എന്തായാലും പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിടില്ല. അത് തന്നെയല്ല, ഇത്തവണ കൂടി ഭരണം കിട്ടിയാൽ റോഷി അഗസ്റ്റിനെ പോലെയോ അല്ലെങ്കിൽ ജോസ് കെ മാണി തന്നെ എവിടെയെങ്കിലും നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയൊരു മന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവർ ഈ മുന്നണിയിൽ തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം.